ഈജിപ്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത്, നമ്മൾ സിനിമ കേട്ടില്ലേ, ഈ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് നമ്മൾ പോകുന്നത് ഗിസയിലെ പിരമിഡ് കാണാനാണ്. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ നൂറ്റാണ്ടുകൾ മുമ്പുള്ള BC 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഈജിപ്തിലെ വേൾഡ് ഫേമസ് പിരമിഡ് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിന് 3-4 ഗേറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗേറ്റിലെത്തി. നമ്മുടെ ടാക്സി ഡ്രൈവർ ചെറിയൊരു അബദ്ധങ്ങളാണ്. നമ്മളിപ്പോൾ ആ പിരമിഡിൻ്റെ അടുത്തെത്തി, യൂട്യൂബ് പിരമിഡിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ നമ്മളെ വഴി എന്തൊക്കെ കൊണ്ടുപോയി. ഞങ്ങളൊരു സൂര്യപ്രകാശം അന്വേഷിച്ച് അവിടെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിരമിഡിൻ്റെ ഫസ്റ്റ് കാഴ്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കാറൊക്കെ എടുത്തിട്ട് പോയി നോക്കാം. എന്തായാലും ഒന്ന് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിനുള്ള അസ്സലാമു അലൈക്കും ആദം. ഞാൻ പറയാലോ, നമുക്കിപ്പോൾ നമ്മൾ അറബി സംസാരിക്കുമല്ലോ. ഇവരെ അറബി എന്തു തന്നെ ആയിക്കോട്ടെ, അത് നമുക്കിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാരത് മനസ്സിലാക്കാൻ, ആക്സെൻ്റ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇയാൾ എന്തൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു 10-20% നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല വിറ്റ് അവിടെ നടക്കണേ. 3-4 ഇപ്പം ഏകദേശം ഞങ്ങൾ 6:05 ബസ്സിൽ വണ്ടി കയറിയിരുന്നത്. 3-4 വഴി കൂടെ പോയി, ഇതിലെ പോയി. ഇവിടുത്തെ ഈ പോലീസുകാരും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് പൈസ വേണം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കാം ഇവിടെ ഉണ്ട് തോന്നുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ടാക്സിക്ക് എത്ര പറയാമെന്നൊന്നും പറയാൻ കഴിയില്ല. മുറിച്ച് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കാറ് എന്താവണ മുമ്പിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തഫ്തീഷ് ഉണ്ടായിരുന്നു. തഫ്തീഷ് പറഞ്ഞാൽ നമ്മളെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വണ്ടിയെല്ലാം കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. നിലവിൽ സൂര്യൻ നമ്മളെ ഈ ഫോഗ് പിരമിഡൊക്കെ മറിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട് ഒക്കെ ഉണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ വന്നത് മുർഷികാരനാണ്. പിന്നെ ടാക്സി ഡ്രൈവർ നമ്മളോട് കറക്റ്റ് പൈസ മേടിച്ചിട്ടുള്ളൂ. ആ ഒരു ഗുണം ഉണ്ടായി. അദ്ദേഹം അധികം ക്യാഷ് ഒന്നും മേടിച്ചില്ല. നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ചില നല്ല കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പം നമുക്ക് മുർഷിനായിട്ട് ഒന്ന് ചാറ്റ് നടത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ് സൂര്യന്. ഇപ്പോൾ 8 മണി കേട്ടോ. 7 മണിക്ക് അല്ലല്ല 6 മണിക്ക് ഇവിടെ എത്തിയാലും 6:30 എത്തിയാലും കാണാൻ പോണെങ്കിൽ സൂര്യൻ ഇതന്നെ ഉള്ളൂ. കാരണം ഇന്ന് ഓൾറെഡി കോടയാണല്ലോ. പിന്നെ പിരമിഡിന്റെ ഒരു സംഭവം തന്നെ. ഇവിടെ എത്ര പിരമിഡ് ഉണ്ടോ? 8 ആണോ 9 ആണോ? ഏകദേശം 9 പിരമിഡോട് ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത്. എത്ര ഉണ്ട്? അപ്പോൾ ഏകദേശം 9ഓളം പിരമിഡ് ഇവിടെ ഉണ്ട്. പിന്നെ അതിൽ കുറെ ചെറുതും വലുതൊക്കെ ആയിട്ട് പിന്നെ കുറെ പിരമിഡിൽ ഇവരെന്ത് ചെയ്തു, ഇവർ ഈ പാലങ്ങളും മറ്റേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുപോയി. എന്തായാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കാത്തിക്കുന്നത് പിരമിഡിന്റെ കാഴ്ചക്കാണ്. പിന്നെ അകത്തേക്ക് പോയിട്ട് പിരമിഡിന്റെ അകത്ത് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള സാധനങ്ങളൊക്കെ മ്യൂസിയത്തിൽ എത്തുന്നതാണ് നമ്മളെ മുർഷി ബ്രോ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കാര്യമൊന്നുമില്ല. പിന്നെ ആണെന്ന് കയറി കൂടാ, ആണെന്ന് കയറി വെക്കാം. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ഇടുങ്ങിലൂടെ ഇങ്ങനെ പോയിട്ടുള്ള ആ സംഭവമൊക്കെ ഒന്ന് വേണമെങ്കിൽ കയറി വെക്കാം. BC 4-ാം നൂറ്റാണ്ടിലുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും നമുക്ക് കാണാം. പിന്നെ പഴമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻഷ്യൻ വണ്ടേഴ്സ്, ന്യൂ വണ്ടേഴ്സ് എല്ലാത്തിലും പറഞ്ഞ സാധനമാണ് പിരമിഡ്. പിന്നെ ഇവിടെ ഈ ഈജിപ്തിൽ ശരിക്കും 2 മഹാത്ഭുതങ്ങളാണ്. ഒന്ന് അലക്സാണ്ട്രിയൻ ലൈറ്റ് ഹൗസ്, ഒന്ന് ഈ പിരമിഡ്. ആ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1382 ഒരു എർത്തിക്ക് വെക്കിൽ ആ ലൈറ്റ് ഹൗസ് തകർന്നു പോയി. അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ അവിടെ ആ സിറ്റാഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം 400 ഫീറ്റോളം ഉണ്ട്. ആ ഒരു 381 ഫീറ്റ് ഉണ്ട് ആ ലൈറ്റ് ഹൗസ്. ഈ പിരമിഡ് ശരിക്കും ഏകദേശം 400 ഫീറ്റ് ഉണ്ട്. ശരിക്കും നമുക്കറിയാലോ, പക്കാ ഡെസേർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു നിർമ്മിതിയാണിത്. അങ്ങനെ ഈ പനോരമയ്ക്ക് വ്യൂടെ അടുത്ത് ഇതുവരെ സൂര്യൻ പൊന്തിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത് ഒരുപാട് കടകളുണ്ട്, ചെറിയ ഈ സൊവനീർ ഷോപ്പും കാര്യങ്ങളും. നമുക്കറിയാലോ ഇത് പക്കാ ഒരു മരുഭൂമിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കണ്ട ആൾക്കാർ എന്തിനായി മരുഭൂമി എന്ന് ഈ കൺസ്ട്രക്ഷൻ കണ്ട് ചോദിക്കും. അപ്പോൾ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞല്ലേ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഇതാ. السلام عليكم. عليكم السلام. كيف الحال؟ الحمد لله. اليوم الشمس ما شيء؟ لا طلعت والله شوي. طلع؟ شوية؟ شوي بس ممكن يكون الجو حر شوية بعد كذا، يعني الظهرية يبقى الجو حر شوية. حار شوية؟ اوكي، شو اخبارك انت؟ نحمد ربنا ونشكر. الحمد لله. اقول لك عندي في بعض سؤال. هنا اي وقت افتح بوابة رئيسية؟ اي وقت؟ البوابة الرئيسية كل يوم
كل يوم البوابه ما في بوابتين، بوابه بتخش منها الجست، انت دخلت كده دي بتفتح 7:30. 7:30. البوابه الثانيه بتفتح الساعه 8. الساعة 8. اول ما يطلعوا هنا تكون 8:30. 8:30. ما يقدر يجيني قبل الساعة 6:30 ما يقدر يجيني؟ لا ممنوع، لان المنطقه بتبقى مقفوله. صباح الفل يا عرب. اوكي. المنطقه بتبقى مقفوله، هي بتفتح 7:30 البوابه الرئيسيه من الهرم. اوكي. هذا بوابة رئيسية؟ اللي هي البوابه الرئيسيه ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്ക് ഈ ഡോറ് തുറക്കുക 7:30-ക്കാണ്. ഓക്കെ. മറ്റേ താഴെയുള്ള ഡോറ് തുറക്കുക 8 മണിക്കാണ്. ഇവിടെ സൺറൈസ് കാണുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല ഇവിടെ ബേസിക്കലി. പക്ഷേ ഇവർ ഇൻ്റർനെറ്റിൽ അടിച്ച് എവിടുന്നോ കിട്ടിക്കണു, സൺറൈസ് കാണാനുള്ള ഓപ്ഷൻ എവിടുന്നോ കിട്ടിക്കണു, അങ്ങനെ വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ആൾക്കാരോട് പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ മുമ്പ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മംനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംനു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ഡോറ് കടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 7:30 കഴിയും. മനസ്സിലേ? അപ്പോൾ പുരുഷേ നമ്മൾ വിചാരിച്ച എന്താണ് ഈ സ്ഥലം ഇതിൻ്റെ പുറത്താണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഇത് അകത്താണെന്നത് നമുക്കറിയില്ല. ഇത്രയും വലിയ ഏരിയ വേലി കെട്ടിയെന്നുള്ള അറിയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സൺറൈസ് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7:30 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കിട്ടും അല്ലേ? ആ പിരമിഡിൻ്റെ മുകളിലുള്ള വ്യൂ കിട്ടും. ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നല്ല ചൂടാവുകയാണ്. ഈ രാവിലെയുള്ള ഫോഗില്ലേ നല്ല ചൂടാവും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 8:45 9 നല്ല സൂര്യൻ കിട്ടും, നല്ല വ്യൂവും കിട്ടും. ഓക്കെ. അങ്ങനെ ഏകദേശം ഒരുപാട് സമയമായി. നമ്മൾ കാത്തിരിപ്പിൻ്റെ ആ ഒരു രസമൊക്കെ പോയി. ഇനി നമ്മളങ്ങ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാലോ ഏകദേശം കച്ചവടക്കാരൊക്കെ സജീവമായിട്ടുണ്ട്, വിദേശികളൊക്കെ ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കത്തി റേറ്റ് ഒരു കൂടെ ഇവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടുന്ന് സാധനങ്ങൾ നിങ്ങൾ വാങ്ങരുത്. പിന്നെ ഈ ഒരു കാണുന്ന കേട്ടോ ഗിസയിലെ പിരമിഡ്, ഏകദേശം 9ഓളം പിരമിഡ്. നമ്മളിഞ്ഞ് പനോരമിക് വ്യൂ ഒക്കെ വിട്ടിട്ട് നമ്മൾ നടക്കുകയാണ്. ഇപ്പോഴും ആ സൂര്യൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പം നമുക്ക് കുറച്ചും കൂടി ആ കാഴ്ച നല്ല രീതിയിൽ ക്ലിയറായി കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ അടുത്തെത്തുമ്പോൾ നമ്മളൊരു ഭീമാകാരമായ ഒരു കൺസ്ട്രക്ഷൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ എത്തുന്ന പോലെ ഇരിക്കും നമുക്ക് ആ ഫീല്. ആ മുകളിൽ ആ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, അതാണ് ശരിക്കും പിരമിഡ്. ആ താഴെയുള്ള ഭാഗത്തേക്ക് മൊത്തം ഈ കല്ലുകളെല്ലാം ചുരണ്ടി എടുത്തിട്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് വേണ്ടി കൊണ്ടുപോയി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ പിരമിഡിൻ്റെ കട്ട് താഴെത്തി ഇവിടെ ചെറിയൊരു നമുക്കൊരു മതിൽ പോലെ നമുക്ക് കട്ട് കാണാൻ പറ്റും. ആ ഒരു മതിലിൻ്റെ അവിടെ കല്ലുകളൊക്കെ താഴോട്ട് വന്ന് പതിച്ചത് നിങ്ങൾ കണ്ടില്ലേ? സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ബുർജ് ഖലീഫൊക്കെ നമ്മൾ അത്രയും ദൂരെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ അടുത്തുനിന്ന് മുകളിലേക്കൊരു നോട്ടം നോക്കുമല്ലോ. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതിൻ്റെ നമ്മളെ ഏറ്റവും ടോപ്പിലുള്ള ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു മെയിൻ കല്ലുകൾ. ഇതൊക്കെ ഇവർ പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച് അതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ അകത്തുള്ള ഭാഗമാണ്. ശരിക്കും പിരമിഡിൻ്റെ ടോപ്പിൽ കാണുന്ന ആ ഒരു സംഗതിയാണ് അതിൻ്റെ മെയിൻ സ്ട്രക്ചർ കേട്ടോ. കംപ്ലീറ്റ് നോക്കിയാടാ, ഇളക്കിയെടുത്ത് നോക്കിയാൽ ആ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നത് അല്ലേ? ആ മുകളിലത്തെ ആ ഫിനിഷിങ് കാട്ടുണ്ടായിന്. സംഭവം പൊളിന്നിട്ടാ. നമ്മൾ ഈ ബുർജ് ഖലീഫിൻ്റെ ഒക്കെ മാതിരി താഴ്ന്ന് നമ്മൾ മുകളിൽ എൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ കാണാൻ ഫീൽ ഭയങ്കരമാണ്. അങ്ങനെ എന്താ പറയുക, ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ മെയിൻ പിരമിഡ് അടഞ്ഞ് എത്തിയില്ല കേട്ടോ. വലിയ പിരമിഡ് അടഞ്ഞ് നമ്മൾ എത്തിയില്ല. പോയി നോക്കാം. കല്ലിൻ്റെ ഒക്കെ ഒരു ഉറപ്പ് നോക്കി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കല്ലുകൾ 1,00,000-ഓളം വരുന്ന പണിക്കാർ, 1,00,000-ഓളം വരുന്ന വർക്കേഴ്സ്, ഈ കല്ല് നമുക്ക് തൊടാൻ പോലും കഴിയില്ലത്. ഈ കല്ലുകൾ അസ്വാൻ എന്ന് പറഞ്ഞുള്ള പിന്നെ സ്ഥലം, അതായത് നമ്മളിപ്പം ഇന്നിപ്പോൾ പോകാൻ പോകണം ലെക്സറിന്ന് 3 മണിക്കൂറുണ്ട്. ആ അസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നൈൽ നദിയിലൂടെ കൊണ്ടുവന്ന് കൈറോയിലെത്തിച്ച് ഇവിടെ ഏകദേശം 20 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു പിരമിഡിൻ്റെ കൺസ്ട്രക്ഷൻ ഇവർ പൂർത്തിയാക്കണം. നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം കഷ്ടപ്പെടണമെന്ന്. വെച്ചാൽ ഈ രാജാക്കന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സമയത്തുള്ള ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അങ്ങനെ രണ്ടാമത്തെ പിരമിഡ്, നമ്മൾ ആദ്യത്തെ പിരമിഡാട്ടത്. അപ്പോൾ ഈ ഒരു പിരമിഡിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമുക്ക് ഇനി രണ്ടാമത്തെ പിരമിഡിൻ്റെ അടുത്തേക്ക് നമുക്കിനി പോവാം. ഈ ഒരു കാണാൻ രണ്ടാമത്തെ പിരമിഡ്. അപ്പോൾ നിങ്ങൾ ആ കണ്ടല്ലോ ആ ബസ്സുകളുണ്ടല്ലോ, ഈ ബസ്സുകളെല്ലാം ടൂറിസ്റ്റുകളായിട്ട് വന്ന ബസ്സുകളാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറങ്ങാൻ ഒട്ടകം ഉണ്ടാവും. ഈ ഒട്ടകത്തിന് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ ഈ ഒരു കല്ലുകൾ കണ്ടില്ലേ, ഇത് രണ്ടാമത്തെ പിരമിഡിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടോ. ആ ഒരു അടുത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും താഴെ ഭാഗത്തുള്ള കല്ലുകൾ ശരിക്കും അടർത്തി എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതൊരു അടുത്തൊരു പിരമിഡാണ്. അപ്പോൾ ഈ ഒരു പിരമിഡിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ പോണത്. അപ്പോൾ നമ്മൾ നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ നടക്കുക. ഈ ഒരു സമയത്ത് ഒരു മൈൽഡ് ചൂടുണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ ഈ ഒട്ടകത്തിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ മെയിനായിട്ട് ഫോട്ടോജനിക് ആട്ടോ ഈ ഒരു പിരമിഡിൻ്റെ ഏരിയ. നിങ്ങൾ ആ ഒരു ഫോട്ടോഗ്രാഫിക്കും ആ ഒരു ഒട്ടകത്തിൻ്റെ സൈഡിലുള്ള നമുക്ക് ആലോചിക്കണം, ഒരു മരുഭൂമിയിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തി ആ ഒരു മരുഭൂമിനെ ഒരു മരിപ്പച്ച ആക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായ നൈൽ നദിയാണ്. പിന്നെ ഈ ഒരു പിരമിഡ് നമ്മൾ ശരിക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോകേണ്ട കേട്ടോ. കാരണം ആ അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജാക്കന്മാരുടെ കീഴിൽ ഈ തൊഴിലാളികൾ പാവങ്ങൾ ഈ ഒരു കല്ല് ഈ ഒരു നദിയിലൊക്കെ കൊടുന്ന് ഇവിടെ എത്തി ഈ ഒരു സാധനം കെട്ടിപ്പോക്കാമെന്ന് അവർ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാവും. രാജാക്കന്മാർക്ക് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടും ആ ഒരു ഫീലും ആ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം നമ്മൾ ഈജിപ്തിൽ ആര് വരികയാണെങ്കിലും റെക്കമെൻഡഡ് സംഗതിയാണ് 2 to 3 days അല്ലേ. അതിലെ മെയിൻ സംഗതി ഗിസയുടെ പിരമിഡ്. ഇത്രത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ വരാനുള്ള കാരണം ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭീമാകാരമായ രൂപം തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ നിങ്ങൾ കാഴ്ച ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് അടുത്തൊരു കാഴ്ചയിലേക്ക് നമുക്ക് വീണ്ടും പോകാം. അപ്പോൾ നമ്മൾ ആ പിരമിഡിൻ്റെ കാഴ്ച കഴിഞ്ഞ് ജസ്റ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ശരി കാണാൻ പറ്റുക സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയായിട്ടുള്ള ഒരു പ്രതിമ, സ്പിൻസ് പ്രതിമ, സ്റ്റാച്യു ഓഫ് സ്പിൻസ് അതിന് പറയും. ശരിക്കും ഈ ഒരു സ്പിൻസ് പ്രതിമ പറഞ്ഞാൽ നമ്മുടെ ഫറോവയുടെ ഒരു രൂപമായിട്ടാണ് ആളുകൾ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ കാലപ്പഴക്കം ശരിക്കും നിശ്ചയിക്കാൻ പറ്റിയില്ലെങ്കിലും ഫറോവയുടെ ആ ഒരു കാലപ്പഴക്കത്തിനനുസരിച്ച് അതായത് BC തന്നെയാണ് ഇതിൻ്റെ ഒരു കാലപ്പഴക്കം വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ ആ സ്പിൻസ് പ്രതിമയുടെ പിന്നിൽ ആ ഒരു 3 പിരമിഡുകൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിമയുടെ പിന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു 3 പിരമിഡിൻ്റെ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഈ ഒരു വഴിയിൽ ശരിക്കും നമുക്ക് ഒരുപാട് സെവനീസിൻ്റെ ഷോപ്പുകൾ ഉണ്ടാവും. നല്ല ക്രൗഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഈ പ്രതിമയുടെ ഒരു ലെങ്ത്ത് പറഞ്ഞാൽ 73 മീറ്ററും വിഡ്ത്ത് പറഞ്ഞാൽ 19 മീറ്ററുമാണ്. ഇതിൻ്റെ ഒരു 20 മീറ്റർ ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിൻ്റെ മൂക്ക് എത്തിയിട്ടുണ്ട്. അതൊരു യുദ്ധത്തിൽ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച എല്ലാം കഴിഞ്ഞ് നമ്മളിനി പുറത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു പുറം കാഴ്ചകൾ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. ഇതേപോലുള്ള കുട്ടികളും അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു പുറംഭാഗമാണ് നമ്മുടെ പിരമിഡിൻ്റെ ഏരിയക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഏരിയ ശരിക്കും ഇത്തിരി കൺഫ്യൂസിങ് ആയി. എന്തായാലും ഒരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഹോട്ടലിൽ ആളൊന്ന് പരിചയപ്പെടാം. السلام عليكم. سلام ورحمة الله. كيف الحال؟ الحمد لله. شو اسمك اخوي؟ عبد الله. نبيل انا. هذا جيتو مليانه يومين يعني نحن ساكن هنا يعني فندق اوكي لكن بس واحد شيء حق النت انترنت الانترنت ضعيف شوية. هذا لازم يعني انت يعني تسوي اوكي باقي كله تمام. ربنا يخليك يا استاذ نورتنا استاذ نبيل. جزاكم الله خير يا اخي جزاكم الله خير. അപ്പോൾ ടൗൺ വ്യൂ ഹോട്ടൽ, അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ നിന്നത്. അപ്പോൾ നമ്മൾ നിന്ന് പിന്നെ അസ്സലാമു അലൈക്കും ഇവിടെയാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇതിൻ്റെ റിസപ്ഷനിലാണത്. അപ്പോൾ ആ ഹോട്ടലിൽ നമ്മളെ ലഗേജ് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമുക്കറിയാലോ ആ ഹോട്ടൽ തഹരീർ സ്ക്വയറിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തഹരീർ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ഗ്രേറ്റ് ഈജിപ്ഷ്യൻ മ്യൂസിയം. നമുക്ക് ഒരുപാട് മമ്മികളും ഒരുപാട് ടോംബും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നമുക്ക് കാണാണ്ട്. അപ്പോൾ നമ്മളെ ലഗേജ് തൊട്ടടുത്ത് തന്നെ ഹോട്ടലായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഈ ഒരു കാണാനാണ് ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ മ്യൂസിയം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകണം. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ മുർഷിനോട് നമുക്ക് ചോദിക്കാം. മുർഷി അങ്ങോട്ട് എക്സിറ്റ് ആണ്. വിസിറ്റ് റൂട്ട് കൂടുതൽ വിസിറ്റ് റൂട്ട് വേറെ ആണ്. എൻട്രി അങ്ങോട്ട് എക്സിറ്റ് ആണ്. അപ്പോൾ മുർഷി ഞാൻ കാര്യം പറ്റേ എന്ത് ഇത്ര തിരക്ക്? ഭയങ്കര ക്രൗഡ് അല്ലേ? ഇതുവരെ വന്നിട്ട് ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ക്രൗഡിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. ഇത് വണ്ണത്തെ ഫേമസ് ആണ്, വേൾഡ് ഫേമസ് അല്ലേ? നല്ല ഫോറിനേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലൈൻ നിൽക്കുമ്പോൾ ഏതൊരു അമേരിക്കാരൻ്റെ കാര്യം പറയേണ്ട ഒരു ടൂർ ഗൈഡ്, അതിന് കുറേ ഗസ്റ്റ് വരേണ്ടതായിരുന്നു. അവിടെ കുറേ റെസ്ട്രിക്ഷൻ വന്നതുകൊണ്ട് അവരൊക്കെ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അപ്പോൾ കുറേ വെസ്റ്റേൺ കൺട്രീസിൽ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. കിട്ടില്ലേ? ഈജിപ്തിലോട്ട്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മമ്മീനെ കൊണ്ടുവരുന്ന പെട്ടിയാണിത്. അപ്പോൾ BC നൂറ്റാണ്ടിൽ ഇവർ ഈ മമ്മികളെ വെച്ചിരുന്ന
ടോംബ് എന്ന് പറയും, അങ്ങനത്തെ അത്തരത്തിലുള്ള പെട്ടികൾ എന്ന് നമ്മൾ പറയാം. ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷത്തോളം ഈജിപ്ഷ്യൻ ആൻഷ്യൻ സിവിലൈസേഷൻ്റെ കൾച്ചർ നമുക്കിതിൽ കാണാൻ പറ്റുന്ന പറഞ്ഞത്. അത്രത്തോളം കാര്യങ്ങൾ. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും സ്റ്റിൽ റിനോവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ശരിക്കും ഇത് ഇപ്പോഴും ഇതിൻ്റെ ആക്സസ് കിട്ടിയില്ല. അപ്പം ഈ ഒരു ഭാഗം മൊത്തം നിങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് മുർഷിനോട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വെച്ചിരുന്ന പെട്ടികളാണ് പെട്ടികൾ. ഓക്കെ. അത് പല ഷേപ്പിലുണ്ട്. ബോക്സ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, പിന്നെ ഓരോ ഷേപ്പിലുള്ളുണ്ട്. അങ്ങനെ ഇതൊരു ലേഡിയുടെ അമ്മേൻ്റെ ബോക്സാണ്. അന്നത്തെ കാലത്ത് ഓളെ കുറേ കഥകളും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ എഴുതിയിട്ടുള്ളത്. കൊത്തുപണി കുറിച്ചുള്ളതും ഓളെ കുടുംബത്തിനെ കുറിച്ചുള്ളതും കാര്യങ്ങളൊക്കെ കൊത്തുപണിയിലൂടെ ഇതാക്കിയാണ്. ഉണ്ടോ പെണ്ണ് ഇവിടെ ഉണ്ടോ ലേഡിയാണ്. അപ്പം നമുക്കറിയാലോ BC നൂറ്റാണ്ടിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളും, അന്നത്തെ മൺപാത്രങ്ങൾ, അതേപോലെ തന്നെ അന്നത്തെ ആയുധങ്ങൾ, അന്നത്തെ നാണയങ്ങൾ, അന്ന് നമുക്കറിയാലോ അന്നൊരിക്കലും ഒരു ഗണ്ണോ അല്ലെങ്കിൽ അത്രത്തോളം കൾച്ചർഡ് അല്ലല്ലോ. പിന്നെ അന്ന് അവർ യൂസ് ചെയ്യുന്ന ഓരോ പാറകൾ, പിന്നെ അന്നത്തെ കൊത്തുപണികൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മമ്മിയുടെ മുകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരെ മമ്മിയാണ്, ഇതെങ്ങനെയാണ്, അവരുടെ ഫാമിലി ഹിസ്റ്ററി എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അബ്ദീൻ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആണിത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ അബ്ദീൻ മ്യൂസിയത്തിലൊന്നും നമുക്ക് കൂടുതൽ ആളുകളെ കാണഞ്ഞതും ഇവിടെ നമുക്ക് ഇത്രത്തോളം ഹെവി വെസ്റ്റേൺ ക്രൗഡ് നമുക്ക് കാണാൻ പറ്റുന്നതും ആ ഒരു റീസണാണ്. അപ്പോൾ ഇവിടെ ഇനി വേറെ മ്യൂസിയം കൊണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഗിസയിലെ പിരമിഡ് എന്നുള്ള എല്ലാ സാധനങ്ങളും നമുക്കറിയാലോ. ഏകദേശം ആ പിരമിഡിൻ്റെ അകത്ത് ശരിക്കും കയറിയിട്ട് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വൃത്തിയല്ല ഇപ്പോൾ ആ ഒരു കാഴ്ചകൾ. അപ്പം ആ ഒരു പിരമിഡിലെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഇവർ ഈ 2 മ്യൂസിയത്തിലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സിബിഷൻ പോലെ ഉണ്ട്. നമുക്കിവിടെ ടിക്കറ്റും പ്രൈസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെവി ക്രൗഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ശരിക്കും നമ്മളെ ഈ ഒരു രാജ്യത്തിനെ ഇത്രത്തോളം വർഷത്തിലേക്ക് പിറകോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഈ ഒരു നിങ്ങൾ നോക്കുക, 332 BC to 336 AD. അപ്പോൾ ഇത്രത്തോളം വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാണത്. അപ്പോൾ ഈ ആൻറ്റിക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് അത്രയും വില ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു ലെവലിലാണ് ഇവിടെ അത് അറേഞ്ച് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഈ ചരിത്രത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊന്ന് കാണുക. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഏകദേശം വിസിറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. അപ്പം നമ്മൾ ഇത്രയും നേരം ഈ ഒരു മ്യൂസിയത്തിൽ ഞാൻ പൊതുവെ എവിടെയെന്ന് ചോദിച്ച് നടന്നൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതെ, മമ്മികൾ. നമുക്കറിയാലോ മമ്മികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചിത്രത്തിനോ മറ്റൊന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ മമ്മിയുടെ കാല കേട്ടോ. അപ്പോൾ ഈ ആളെ പേര് യുയ എന്നാണ്. യുയും തുയയാണ് ഇവിടുത്തെ 2 രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ഇവരുടെ മമ്മികളാണത്. അപ്പോൾ ഈ ഒരു രൂപം നിങ്ങളൊന്ന് കാണുക. 4000 years ബിഫോർ അവർക്ക് മരിക്കാൻ ആഗ്രഹിക്കില്ല, അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വെച്ചിട്ടാണ് അവരെ ബോഡി ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1390 BC ഈജിപ്ത് ഭരിച്ചിരിക്കുന്ന ഒരു രാജാവായിരുന്നു യുയ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു തുയ. അപ്പോൾ ഇവർ 2 പേരുടെ ഒരു രൂപം നമുക്കിത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരുപാട് പേര് വളരെയധികം തിരക്കായിരുന്നു. കാരണം എനിക്കിത് എടുക്കാനോ ഇതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. അപ്പോൾ ഈ യുയുടെയും അതുപോലെ തുയയുടെയും മമ്മി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഈ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയത് നമുക്കറിയാലോ, നമ്മൾ നാളെ ഇനി പോകുന്ന കിങ് ഓഫ് വാലി ഓഫ് ദ കിങ്സ്, അവിടെ നിന്നാണ് ലെക്സറിലുള്ള വാലി ഓഫ് കിങ്സ് എന്നാണ് ഇത് കിട്ടിയത്. അപ്പം വല്ലാത്തൊരു ഹിസ്റ്ററിയാണ് കേട്ടോ. ഭീകരമാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഏകദേശം എത്രങ്ങാനും വർഷങ്ങൾക്ക് മുമ്പാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ്. 4000 വർഷം എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാലി ഓഫ് കിങ്സ് എന്നാണ് ഇവർക്ക് ഈ ഒരു ഇത് കിട്ടാറ്. അങ്ങനെ ഞാനിവിടെ ചോദിച്ചു നോക്കി ഫിറോവിൻ്റെ മമ്മി, പക്ഷെ അത് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് മൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. അത് വേറൊരു സ്ഥലത്തിലേക്കാണ് മൂവ് ചെയ്തത്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അവിടേക്കാണ് ഫിറോവിൻ്റെ മമ്മി മൂവ് ചെയ്തത്. അപ്പം വല്ലാത്തൊരു കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ കാണുന്ന മ്യൂസിയംസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100, 500, 1000 അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 3400 ഇത്രത്തോളം ഒരു ഹെവി ഒരു സംഗതി എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടുന്ന് തിരിച്ചെത്തി.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ 20-30% കാഴ്ചകൾ മാത്രമേ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. കാരണം എൻ്റെ മേഖല അതല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റാൻഡം കാഴ്ചകളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. എങ്ങോട്ട് പോണേ? ഓവർ ടു ലക്സോർ. ലക്സോർ ഓവർനൈറ്റ് ജേണി. കുറച്ച് 3-4 മണിക്കൊക്കെ തൂങ്ങിയിരിക്കുന്നത്. ഓക്കെ, നാളത്തെ പ്ലാൻ എന്താണ്? നാളെ ഹോട്ടൽ ബലൂണ്. ഓക്കെ. പിന്നെ ലക്സോറിൽ 1-2 ടെമ്പിൾ ഉണ്ട്, ഏൻഷ്യൻ ടെമ്പിൾസ്. ഓക്കെ. പിന്നെ അതേപോലെ ഒരു കാർണിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. സോ ഈ കാണുന്ന ബസ്സാട്ടോ ഗോ ബസ്സിൻ്റെ. നമ്മളെ ബസ് ഇപ്പോൾ സമയം 5:10 നമ്മളെ ബസ് എത്തിയിട്ടില്ല. 5 മിനിറ്റ് കൊണ്ട് വരുന്ന പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ബസ്സായിരിക്കും നമ്മളെ ബസ്. അപ്പോൾ നമുക്കിനി 10 മണിക്കൂർ യാത്ര ഉണ്ട്. ലക്സോർ പുതിയ ടൗണ് തോന്നുന്ന ആ ബസ്സാണ് തോന്നുന്നത്. പുതിയ സിറ്റി. പിന്നെ കൈറോന്നൊന്നും മാറി നിൽക്കാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കര കൺജഷനാണ്, ഭയങ്കര ക്രൗഡാണ്. എനിക്ക് അത്രത്തോളം ഫീൽ ഗുഡ് ഫീൽ പായി വന്നില്ല. അതായത് ഇതിൻ്റെ സംഭവം എന്താ അറിയോ? ഒരു കാരണവശാലും ഇങ്ങനത്തെ സ്ഥലത്ത് ചാടിക്കരുത്. നമ്മളെ ശരിക്കുണ്ടല്ലോ, ശരിക്ക് പറ്റിക്കും. ഞാൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ ഈ ഒരു ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു ഈജിപ്തിലെ ബസ് സ്റ്റാൻഡ്, ഈ ഒരു ആൾക്കാരെ കണ്ടില്ലേ ഇവിടെ? അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങളൊരു ചായ ഈ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കുടിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വളരെയധികം പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പറ്റിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുറന്നു പറയണം. 35 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഈ ചായക്ക് വില ഈടാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാമുകൾ ഇവിടെ പലയിടത്തും ഉണ്ട്. നമ്മൾ പുറത്തത്തെ ആൾക്കാരാണ്, നമ്മളോട് കുറേ പൈസ ഈടാക്കാൻ പറ്റുന്നൊക്കെ അവർ ചിന്തിക്കും. മാക്സിമം പൈസ ഈടാക്കുക. ബസ് VIP അല്ലേ? സീറ്റ് ഉഷാറാണ്, രക്ഷിച്ചല്ലോ. പൊളി. ഫ്ലൈറ്റിലെ സീറ്റിന് റേഞ്ചിൽ അല്ലേ? ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ഇത്ര നല്ല സീറ്റ് പോലും ഉണ്ടാവില്ല എക്കോണമിയിൽ. എന്തായാലും നമ്മൾ 5:30-ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. 5:25 5 മിനിറ്റ് കൊണ്ട് വണ്ടി പുറപ്പെടും. അപ്പോൾ 5:30 തന്നെ വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ മുമ്പിൽ സ്ക്രീനൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് മൂവിയൊക്കെ കാണാം. ശരിക്കും നല്ല ഫ്ലൈറ്റിലെ സീറ്റ് പോലെയൊക്കെയാണ്. പിന്നെ അതിൽ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഭക്ഷണം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ് ഇടയ്ക്ക് ഒന്ന് നിർത്തുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സീറ്റിന് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ സീറ്റ് ശരിക്കും റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ സീറ്റിൻ്റെ ബാക്കിൽ ശരിക്കും ഡോറാണ് വരുന്നത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ കുറച്ചൊന്ന് ഉറങ്ങി. അങ്ങനെ ഏകദേശം രാവിലെ 3:20 ഞാൻ നമ്മളെ ഡ്രൈവറെ ഏട്ടൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു. മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം 3:30 സമയം. ഉറക്കം ചെറിയൊരു സീനാണോ സീനായിരുന്നു. നല്ല മേലും കൈയൊക്കെ ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഈജിപ്തിലെ അടുത്ത പട്ടണമായ ലക്സറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ ലക്സർ നമുക്ക് കാണണം. നമുക്ക് ഇവിടുത്തെ ഒരു ഹോട്ട് എയർ ബലൂൺ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അലക്സാണ്ട്രിയ പോയി നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ മസ്റ്റ് വിസിറ്റാണ് കൈറോ. ആ പിരമിഡിൻ്റെ കാഴ്ച, അതേപോലെ തന്നെ ആ ഒരു പിന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ മ്യൂസിയം എല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ ബസ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ എത്തിയിട്ട് പെട്രോളൊക്കെ അടിക്കാൻ നിർത്തിക്കാണ്. അപ്പോൾ നമ്മളിനി ഈ എപ്പിസോഡ് ഒന്ന് സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. സമയം 6:30. താങ്ക്സ് ഫോർ വാച്ചിങ്.